ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ദേവാലയ ഘടന, അവിടെ ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് തിരുവസ്ത്രങ്ങളിൽ കെത്താന എന്ന് പറയുന്ന ആ തിരുവസ്ത്രത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അൾത്താരയുടെ നടുവിൽ വിരിക്കുന്ന ചതുരാകൃതിയിലുള്ള വെള്ള വസ്ത്രമാണത്, തുണിക്കഷ്ണമാണ് ഈ കെത്താന എന്ന് പറയുന്നത്. ദപ്പ എന്ന് പറയുന്ന തബലീത്ത അല്ലെങ്കിൽ കുർബാന കല്ല്, തബലൈത്ത എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് മൂടുന്ന തരത്തിലാണ്. പത്രം ഏതാണ്ട് അതിൻ്റെ അതേ വലുപ്പം തന്നെയായിരിക്കും, മൂടുന്ന തരത്തിലുള്ളതാണ്. ഈ അൾത്താരമേലുള്ള നീണ്ട വസ്ത്രം, അൾത്താരയെ മൊത്തം കവർ ചെയ്യുന്ന ഒരു തുണി, അത് കർത്താവിനെ കവറടക്കിയപ്പോൾ കർത്താവിന് പൊതിഞ്ഞ തുണിയാണ്, ആ തുണിയുടെ പ്രതീകമാണ്. അപ്പോൾ അതിൻ്റെ കച്ച എന്ന് പറയും. കർത്താവിനെ പൊതിഞ്ഞ കച്ചയുടെ പ്രതീകമാണ് അൾത്താര. കർത്താവിൻ്റെ കബരിടം കർത്താവ് തന്നെയാണ് എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ കർത്താവിനെ പൊതിഞ്ഞ തുണി, അതാണ് ഈ അൾത്താര കവർ ചെയ്യുന്ന തരത്തിലെ വെള്ളത്തുണി. ഈ കെത്താൻ എന്ന് പറയുന്നത് അതിന് നടുക്കിടുന്നത് കർത്താവിൻ്റെ മുഖം കവർ ചെയ്ത ഫേസ് വെയിൽ, തൂവാല. അങ്ങനെ രണ്ട് തുണികൾ കൊണ്ട് പൊതിഞ്ഞൊന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന് എന്തൊക്കെ സംഭവിച്ചെന്ന കാര്യവും യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങളിൽ കാണാം. അപ്പോൾ കർത്താവിൻ്റെ മുഖം മറച്ച ആ തൂവാല നമ്മൾ കണ്ടതാണ് ഇന്നലെ. ശോശപ്പയ്ക്കും അതേ അർത്ഥമുണ്ടെന്ന്. അത് അപ്പോൾ അടിയിലിടുന്നത് കെത്താന, മുകളിൽ ശോശപ്പ, അങ്ങനെ ഒരു സങ്കല്പമാണ്. 7 സ്ലീവകളാണ് ഈ കെത്താനയിൽ തുന്നിപ്പിടിപ്പിക്കുന്നത്. ലത്തീനിൽ പറയുന്നത് കോർപ്പറൽ എന്നാണ്. കോർപ്പറൽ, ശരീരം, ദേഹം എന്നെല്ലാം അർത്ഥം. ഞാൻ പറഞ്ഞല്ലോ, ഇതേക്കുറിച്ച് തിരുവചനങ്ങൾ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ മഗ്ദലേന മറിയം കല്ലറയുടെ അടുക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നത് അവൾ കണ്ടു. നമ്മളിത് കണ്ടതാണ്. ശോശപ്പം മാറ്റുമ്പോൾ ഈ കല്ല് എടുത്തു മാറ്റുന്നതിൻ്റെ അർത്ഥം കൂടി അതിനകത്തുണ്ട്. ഒരു പ്രതീകത്തിൽ അനേകം അർത്ഥങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് ചെയ്യണമെന്നർത്ഥം. അതുകൊണ്ട് അവൾ ഓടി ശിമോൻ പത്രോസിൻ്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യൻ്റെയും അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി, എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അതിനാൽ പത്രോസ് മറ്റേ ശിഷ്യനോടുകൂടെ പുറപ്പെട്ട് കല്ലറയുടെ അടുക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ച് ഓടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറയുടെ അടുക്കലെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ തുണികൾ കിടക്കുന്നത് അവൻ കണ്ടു, എങ്കിലും അകത്ത് കടന്നില്ല. അവന് പിന്നാലെ ശിമോൻ പത്രോസും വന്ന് കല്ലറയിൽ കടന്നു. കച്ചകൾ കിടക്കുന്നതും അവൻ്റെ തലയിൽ ചുറ്റിയിരുന്ന തൂവാല കച്ചകളോട് കൂടെ അല്ലാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും സൂക്ഷിച്ച് നിരീക്ഷിച്ചു. അപ്പോൾ കല്ലറയുടെ അടുക്കൽ ആദ്യം എത്തിയ മറ്റേ ശിഷ്യനും അകത്ത് ചെന്ന് ഉൾക്കാഴ്ചയോടെ കണ്ട് വിചതിച്ചു. അപ്പം ഇങ്ങനെ കർത്താവിന് പൊതിഞ്ഞ കച്ചകൾ, പിന്നെ കർത്താവിന് മുഖം മൂടിയ ആ തൂവാല. അപ്പോൾ ആ തൂവാലയ്ക്കാണ് ശോശപ്പയ്ക്കും അതേ അർത്ഥമുണ്ട്, കെത്താനയ്ക്കും അതേ അർത്ഥമുണ്ട്. ഈ വിശുദ്ധ കുർബാന അത് ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് കുർബാനയ്ക്കിടയിൽ അത് ചുരുട്ടി വെക്കുന്നത്. കർത്താവിനെ കബറടക്കുമ്പോൾ അല്ലേ, കർത്താവിൻ്റെ ശരീരം രക്തവും മൂടുന്നു. പിന്നെ ഉത്ഥാനം ചെയ്ത് ആ സംഭവം ഓർക്കുമ്പോൾ അത് ചുരുട്ടി വെച്ചിരിക്കുന്നു. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സീറോ മലങ്കര കുർബാനയിൽ, അതുപോലെ ഈ പൗരസ്ത്യ സഭകൾ, പാരമ്പര്യമുള്ള സഭകളിൽ അതിങ്ങനെ വിറപ്പിച്ചുകൊണ്ടാണ് എടുക്കുക ഈ ശോശപ്പ. അത് പരിശുദ്ധാത്മാവ് വരുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ്. പ്രാവ് ഇറങ്ങി വരുന്നത് പോലെയുള്ള അത് ഒന്ന് പ്രതീകത്തിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ മുകളിലെ ശോശപ്പ, അടിയിൽ കെത്താനയ്ക്കും കർത്താവിൻ്റെ മുഖം കവർ ചെയ്ത ആ തൂവാലയുടെ അർത്ഥമാണുള്ളത്. അതിൽ 7 സ്ലീവകൾ. കുർബാന അർപ്പിക്കുമ്പോൾ കാസ, പീലാസ, ക്രിസ്തോതി എല്ലാം വെക്കുന്നത് ഈ കെത്താനയിലാണ്. അതായത് യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യങ്ങളൊക്കെ വെക്കുന്നത്, അവന് ശരീരവും രക്തവും അവനെ തന്നെ വെക്കുന്നത് ഈ കെത്താന എന്ന് പറയുന്ന തുണിയിലാണ്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. അൾത്താരം മൊത്തം കവർ ചെയ്യുന്നത് കർത്താവിനെ പൊതിഞ്ഞ കച്ച. അതിപ്പോൾ നമ്മൾ കബറിടത്തെ മൊത്തം, ഈ അൾത്താരെ മൊത്തം കവർ ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുമുഖം കവർ ചെയ്ത ആ തൂവാലയെ ഈ കെത്താന പ്രതിനിധാനം ചെയ്യുന്നു. അങ്ങനെ കാസയും പീലാസൊക്കെ അതിൽ വെക്കുന്നു. ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഈ പ്രതീകങ്ങളിലൂടെ, പ്രവൃത്തിയിലൂടെ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ പ്രഘോഷിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ബൈബിളിലുള്ള സംഗതികൾ തന്നെ നമ്മൾ അനുഷ്ഠിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയുന്ന കൂതാശകൾക്ക് ഞാൻ കൊടുക്കുന്ന നിർവചനം എന്താണ്? വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷം. വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷം. ഈ വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമാണ്
ഈ യോഹന്നാന്റെ സുവിശേഷം അവതരിപ്പിച്ചിരിക്കുന്ന ആ വചനങ്ങൾക്ക് ജീവൻ വയ്ക്കുന്ന നിമിഷമാണ് വാസ്തുവിൽ കുർബാനയിൽ നടക്കുന്നത്. അപ്പോൾ ഈ തുണികൾക്കെല്ലാം അന്ന് കർത്താവ് ധരിച്ച, കർത്താവിൻ്റെ മുഖത്തിട്ട ആ തുണികളെ അതേ അർത്ഥം കൈവരികയാണ്. കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവൻ മരിച്ച് മണ്ണടിഞ്ഞ് പോയിട്ടില്ല. അവൻ ഭൂതകാലത്തെ ഒരാളല്ല. ഇന്ന് വർത്തമാനത്തിൽ സന്നിഹിതനാണ്, വചനത്തിൽ സന്നിഹിതനാണ്. വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമായ ആ കൂദാശയിൽ സന്നിഹിതനാണ്. അങ്ങനെ സന്നിഹിതനാകുന്നവൻ നമ്മിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് നമ്മളുമായിട്ട് ഒന്നാകുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവിന് മുമ്പും പിമ്പും ഒരുപോലെയല്ല ലോകമെന്ന് നമ്മൾ പറയുന്നത്. ക്രിസ്തുവിന് മുമ്പ് ഇതുപോലെ സാധ്യത ഉണ്ടായിരുന്നില്ല. ക്രിസ്തുവിന് ശേഷം ക്രിസ്തു ദൈവമായവൻ, പൂർണ്ണമായിട്ട് മനുഷ്യനായവൻ, അവൻ നമ്മിലേക്ക് വരുന്നു അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ. അങ്ങനെ ക്രിസ്ത്യാനികൾ എല്ലാവരും അത് സ്വീകരിക്കണമെന്നാണ്. കുറച്ച് പേര് തെറ്റിപ്പിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും അപ്പോൾ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം ഇപ്പോഴും തുടരുന്നു, കൗതാശികമായ രീതിയിൽ തുടരുന്നു. അതൊരു ഭയങ്കര മാറ്റമല്ലേ? അപ്പോൾ ഈ മറ്റുള്ളവരിൽ കത്തോലിക്കരല്ലാത്തവരിൽ ക്രിസ്തു സന്നിഹിതമായ, ദൈവം സന്നിഹിതനായിരിക്കുന്ന പോലെ അല്ല ക്രിസ്ത്യാനികളിൽ ദൈവം സന്നിഹിതമായിരിക്കുന്നത്. മറ്റുള്ളവരിൽ ആത്മീയമായിട്ടുണ്ട്, പക്ഷെ കൗതാശികമായിട്ടുള്ളത് കത്തോലിക്കരിലാണ്. ഭയങ്കര വ്യത്യാസമാണിത്. എല്ലാ സ്ഥലത്തും കർത്താവ് ഇരിക്കുന്നത് പോലെയല്ല പള്ളിയിലുള്ളത്. അവിടെ വിശുദ്ധ കുർബാനയിലുണ്ട്, വിശുദ്ധ കുർബാനയിൽ, സക്രാരിയിൽ. അപ്പോൾ ഒരു കൗതാശിക സാന്നിധ്യമുണ്ട്. വെറും ആത്മീയ സാന്നിധ്യമല്ല, കൗതാശിക സാന്നിധ്യം. അതിനാൽ കർത്താവ് ഇന്നും ജീവിച്ചു കൊണ്ട്, ഇന്നും മനുഷ്യാവതാരം നൈരന്തര്യമാക്കിക്കൊണ്ട് നമ്മുടെ ഇടയിലായിരിക്കുന്നു. അതെല്ലാം പ്രതീകങ്ങളിലൂടെ പ്രഖ്യാപിക്കുകയാണ്. വചനപ്രഘോഷണമാണല്ലോ ലിറ്റർജി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.